സമ്പത്തിനോടും ഭൗതിക വസ്തുക്കളോടും അധികാരത്തോടും മനുഷ്യനുള്ള അമിതമായ ആസക്തിയെയാണ് അത്യാർത്തി എന്ന് വിളിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ മറ്റുള്ളവരുടേതു കൂടി കൈക്കലാക്കണമെന്ന ചിന്ത ഇതിൽ അടങ്ങിയിരിക്കുന്നു. നോമ്പുകാലം എന്നത് നമ്മുടെ ഉള്ളിലെ പാപങ്ങളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് വിമുക്തി നേടി ആത്മീയമായി നവീകരിക്കപ്പെടാനുമുള്ള സമയമാണല്ലോ. അത്യാർത്തി എന്നത് കേവലം പണത്തോടുള്ള ആഗ്രഹം മാത്രമല്ല, മറിച്ച് പദവികൾ, വസ്തുവകകൾ, സുഖസൗകര്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കൈവശപ്പെടുത്താനുള്ള അടങ്ങാത്ത ദാഹമാണ്. ഇത് നമ്മെ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകറ്റുന്നു. ഒരു വ്യക്തി എത്രയധികം വാരിക്കൂട്ടുന്നുവോ അത്രയധികം അയാൾ ഉള്ളിൽ ദരിദ്രനായി മാറുന്നു. പണവും സമ്പത്തും സുരക്ഷിതത്വവും നൽകാമെന്ന് നാം വിശ്വസിക്കുന്ന, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നശ്വരമായ വസ്തുവകകളിൽ ആശ്രയിക്കുന്നതാണ് അത്യാർത്തിയുടെ അടിസ്ഥാനം. ദൈവത്തേക്കാൾ ഉപരിയായി നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അതാണ് നമ്മുടെ വിഗ്രഹം. എൻ്റെ കൈവശം എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികമുള്ള ഓരോ വസ്തുവും മറ്റൊരുവിൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അത്യാർത്തി നമ്മെ സ്വാർത്ഥരാക്കുന്നു. മറ്റുള്ളവരുടെ വിശപ്പിനെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ചിന്തിക്കാതെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ ചൈതന്യത്തിന് വിരുദ്ധമാണ്. കർത്താവേ, ഭൂമിയിൽ നശ്വരമായ സമ്പാദ്യങ്ങളിൽ ഹൃദയമുറപ്പിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ പക്കലുള്ളത് ആവശ്യക്കാരോട് പങ്കുവയ്ക്കാൻ എനിക്ക് ഉദാരമായൊരു മനസ്സ് നൽകണമേ. ആമേൻ.